സുഹൃത്തുക്കളെ, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടികർത്താവെന്ന് മഹാനായ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ച ശ്രീമദ് വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനമാണ് ജനുവരി 12. നാശത്തിന്റെ വക്കോളമെത്തിയിരുന്ന ഭാരതത്തിന് പുതുജീവൻ നൽകിയ ആ യോഗിവര്യന്റെ ജീവിതം ഭാരതത്തിലെ മാത്രമല്ല, ലോകത്താകമാനമുള്ള യുവാക്കൾക്കും എന്നും പ്രചോദനവും ദിശാബോധവും നൽകുന്നതാണ്. വിശ്വപൗരനായ ശ്രീമദ് വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനമായ ജനുവരി 12 ഭാരതത്തിലെമ്പാടും കേന്ദ്ര സർക്കാരും അതത് സംസ്ഥാന സർക്കാരുകളും ദേശീയ യുവജന ദിനമായി ആഘോഷിച്ചു വരുന്നു. ഈ സന്ദർഭത്തിൽ യുവാക്കളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന വിവേകാനന്ദ ആശയങ്ങളെ പരിചയപ്പെടുവാനും ആ ലക്ഷ്യം മുൻനിർത്തി നടന്നുവരുന്ന വിവിധ പരിപാടികളെക്കുറിച്ച് അറിയാനും ഇതാ ഒരവസരം. അഖിലേന്ത്യാ ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ ഭാവപ്രചാർ പരിഷത്തിന്റെ കീഴിലുള്ള തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ സേവാ സമിതി യുവാക്കളുടെ സമഗ്ര വ്യക്തിത്വ വികാസം ലക്ഷ്യമിട്ട് ഒരു ഏകദിന ശിബിരം സംഘടിപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരം നെട്ടയം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ 2026 ജനുവരി 11 നടക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണാശ്രമം അധ്യക്ഷൻ പൂജനീയ മോക്ഷപ്രധാനന്ദജി മഹാരാജ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. തുടർന്ന് വൈകിട്ട് 4 മണിവരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ. വിവേകാനന്ദ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ട്രെസ്സിനെ എങ്ങനെ അതിജീവിക്കാം, ശ്രീമദ് വിവേകാനന്ദ സ്വാമികളുടെ യുവാക്കളോടുള്ള ആഹ്വാനം, ടീം ബിൽഡിംഗ് ആൻഡ് ടൈം മാനേജ്മെന്റ്, തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ സേവാസമിതി നടത്തിവരുന്ന തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തൽ, യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ, വിവേകാനന്ദ ആശയങ്ങളുടെ പ്രായോഗിക തലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർ ആർ ലക്ഷ്മി, ഡോക്ടർ ലക്ഷ്മി ദേവി, ഡോക്ടർ ദുർഗ എന്നീ പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെ പ്രഭാഷണങ്ങൾ. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം ഡോക്ടർ അരുൺ എസ് നായർ IAS ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. രാവിലെ 9 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇതോടൊപ്പം ചേർത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവരെയും പ്രസ്തുത പരിപാടിയിലേക്ക് ഒന്നുകൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ.